കോതമംഗലത്ത് ബി.ജെ.പി. ഭാരവാഹികൾ പണം തട്ടിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബി.ജെ.പി. നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാങ്ങോടും ടി.എസ്. സുനീഷും ചേർന്ന് 10 ലക്ഷത്തോളം രൂപ തട്ടിയെന്ന പരാതിയിലാണ് നടപടി. മകനെതിരായ ഓൺലൈൻ കേസിൽ നിയമസഹായം വാഗ്ദാനം ചെയ്താണ് ബി.ജെ.പി. നേതാക്കൾ പണം തട്ടിയത്. ഞങ്ങളോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും തയ്യാറല്ല. ഞങ്ങൾ വില പിടിക്കുന്നില്ല. ഞാൻ വേറെ കേട്ടില്ല സാർ, ഒന്നും ഇത് നോക്കാം. ഈ ഓഫീസിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. നാളെ ഇത് തല്ലി പൊളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പേരിൽ പരാതി മകനെതിരായ കേസിൽ നിയമസഹായം വാഗ്ദാനം ചെയ്താണ് ബി.ജെ.പി. നേതാക്കളായ ഉണ്ണികൃഷ്ണൻ മാങ്ങോടും ടി.എസ്. സുനീഷും കുമളി സ്വദേശിയും ചേർന്ന് ചേലാട് സ്വദേശി ജോർജിൽ നിന്ന് പണം തട്ടിയത്. പലപ്പോഴായി അക്കൗണ്ടിലൂടെയും നേരിട്ടും 10 ലക്ഷത്തോളം രൂപ മൂന്നുപേരും കൈക്കലാക്കുകയായിരുന്നു. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയുന്ന അനുസരിച്ച് നമുക്ക് ഓരോ കേസിന്റെ കാര്യങ്ങൾക്കായി ഇവർക്ക് കൊടുക്കേണ്ടുന്ന പൈസ എന്ന നിലയിൽ കഴിഞ്ഞ ജൂൺ മുതൽ ഈ നവംബർ വരെയുള്ള കാലയളവിൽ എന്റെ കയ്യിൽ നിന്ന് 10,58,000 രൂപ ഈ പോലീസ് ഓഫീസർ പറഞ്ഞതിന് പ്രകാരം ഗൂഗിൾ പേ ആയിട്ടും നേരിട്ട് ക്യാഷ് ആയിട്ടും ബാങ്ക്, അതായത് സുനീഷിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷമാണ് ജോർജിന്റെ മകന്റെ പേരിൽ കാസർഗോഡ് സൈബർ ക്രൈമിൽ നിന്ന് ഒരു നോട്ടീസ് ലഭിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ജോർജ് ബി.ജെ.പി. നേതാക്കളെ സമീപിക്കുന്നത്. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ബി.ജെ.പി. നേതാക്കൾ മകനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് വാഗ്ദാനം നൽകി പണം തട്ടി. ബന്ധപ്പെട്ട പോലീസ് ഓഫീസിൽ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അവിടെ ഈ കേസുമായിട്ട് ഇവർ ചെന്നിട്ടേ ഇല്ല. ഈ പൈസയല്ല ഇവർ വാങ്ങി ഇവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് പോലും നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകാതെ വന്നപ്പോഴാണ് വീണ്ടും ഞാൻ ഈ കാര്യങ്ങളെല്ലാമായിട്ട് പോയി 5 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്താണ് ഞാൻ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തത്. അപ്പൊ നഷ്ടപ്പെട്ട പൈസ ചോദിച്ചപ്പോഴാണ് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു. RSSനെ കൊണ്ട് നിങ്ങളെ ആക്രമിക്കും, മകന്റെ പേരിൽ കേസ് ഇടിപ്പിക്കും എന്ന രീതിയിലെല്ലാം ഇവരെന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ. യാതൊരു സഹായവും ലഭിക്കാതെ വന്നതോടെ ജോർജിന്റെ കുടുംബം പണം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെട്ട സംഘം പണം തിരികെ നൽകിയില്ല. പിന്നാലെ കുടുംബം ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതോടെ കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. തട്ടിപ്പ് പുറത്തായതോടെ പ്രതി ചേർക്കപ്പെട്ടവരെ ബി.ജെ.പിയിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ നേതൃത്വം അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.